Hello friends, welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മെഡിക്കൽ കോഡിങ്ങിന്റെ ഒരു അടിപൊളി വീഡിയോ കൊണ്ടാണ്. വീഡിയോ എന്താണെന്നല്ലേ? അതെ, വീഡിയോ നോക്കാം. CPC എക്സാം പ്രിപ്പറേഷൻ നടത്തുന്ന എല്ലാവർക്കും ഒരുപോലെ ഫീൽ ആവുന്ന ഒരു പ്രോബ്ലമാണ് ടൈമിന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എന്നൊക്കെ. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. പൊതുവായി കോഡ് പിക്കിംഗ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ്. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വായിച്ച് കോഡ് നോക്കുന്നത്, മറ്റൊന്ന് കോഡ് നോക്കി എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളെല്ലാം എലിമിനേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കുന്നത്. ഈ രണ്ട് മെത്തേഡുകളും ചില സന്ദർഭങ്ങളിൽ ഗുണങ്ങളും മറ്റു ചില സന്ദർഭങ്ങളിൽ ദോഷങ്ങളും ഉണ്ടാക്കാറുണ്ട്. ബട്ട് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ കോഡ് നോക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ നോക്കുന്നതാണ് നമുക്ക് ഒട്ടുമിക്ക ടൈമിലും നല്ലത്. നമുക്ക് ഈ മെത്തേഡ് വഴി പെട്ടെന്ന് തന്നെ ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നു, ഒരുപാട് ടൈം സേവ് ചെയ്യാനും നമുക്ക് കഴിയുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, താഴെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാനിവിടെ മോഡിഫയർ 50യും 51 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എലിമിനേഷൻ മെത്തേഡ് കണ്ടക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. മോഡിഫയർ 50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബൈലാറ്ററൽ പ്രൊസീജിയർ ആണ്. അതൊരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സെയിം പ്രൊസീജിയർ ആണ് പി എന്ന് പറയുന്ന പ്രൊസീജിയർ. അത് ബോത്ത് ഐസിലാണ്, അതായത് ലെഫ്റ്റ് ഐസിലും റൈറ്റ് ഐസിലും നമ്മൾ പി എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരുപോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ വരിക പി വിത്ത് 15 മോഡിഫയർ. പി എന്ന് പറയുന്നത് ആ പ്രൊസീജിയറിന്റെ കോഡായിരിക്കും. 15 മോഡിഫയർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐസിലും ഇവിടെ ചെയ്ത പ്രൊസീജിയർ ആകുകൊണ്ട് ബൈലാറ്ററൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, 51 മോഡിഫയർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രൊസീജിയർ ആണ്. ഈ മൾട്ടിപ്പിൾ പ്രൊസീജിയറിന്റെ യൂസ് എന്ന് കാണിക്കാൻ സിമ്പിൾ ആയ ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കോംപ്ലക്സ് റിപ്പയർ അതിന്റെ കോഡ് സി എന്ന് കൊടുക്കുന്നു. ട്രങ്ക് ആണ് അനാട്ടമിക്കൽ സൈറ്റ്. ഇന്റർമീഡിയറ്റ് റിപ്പയർ ഐ ആണ് കൊടുക്കുന്നത്, അതിന്റെ കോഡ് ഫീറ്റിലാണ് അനാട്ടമിക്കൽ ലൊക്കേഷൻ. അതുപോലെ തന്നെ സിമ്പിൾ റിപ്പയർ എസ് ആണ് കോഡ് കൊടുക്കുന്നത്, ഹാൻഡിലാണ് അനാട്ടമിക്കൽ ലൊക്കേഷൻ. ഇനി നമ്മൾ കോഡ് കൊടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് റിപ്പയർ, ദെൻ ഇന്റർമീഡിയറ്റ് റിപ്പയർ വിത്ത് 51 മോഡിഫയർ, സിമ്പിൾ റിപ്പയർ വിത്ത് 51 മോഡിഫയർ. അതാണ് ഇവിടെ ആൻസർ. സി ഐ 51 ആൻഡ് എസ് 51 എന്നിങ്ങനെ മോഡിഫയർ വരുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രൂപം. മോഡിഫയർ 50യെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ടിപ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. നോട്ട് അപ്പെൻഡിങ് വിത്ത് പ്ലൂറൽ വേർഡ്സ് കോഡ്സ്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ലാപ്രോസ്കോപ്പിക്കൽ, സുപ്രാ സെർവിക്കൽ ഹിസ്റ്റോറക്ടമി, യൂട്രസ് 250 ഗ്രാം വിത്ത് റിമൂവൽ ഓഫ് ഓവറീസ്. ഇവിടെ ഓവറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഓവറീസും റൈറ്റ് ഓവറീസിനെയും ഒരേ കോഡിൽ തന്നെ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ മോഡിഫയർ 50 നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട. അങ്ങനെ വരുന്ന ഓപ്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഒട്ടുമിക്ക ഓപ്ഷനിലും നമുക്ക് മോഡിഫയർ 50യെയും 51നെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോട്ട് അപ്പൻഡ് വിത്ത് ആഡ് ഓൺ കോഡ്. മോഡിഫയർ 50യും 51ഉം ഒരിക്കലും ആഡ് ഓൺ കോഡിന്റെ കൂടെ വരാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്നു. മോഡിഫയർ 51 ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എലിമിനേഷൻ ചെയ്യാമെന്ന് നോക്കാം. മോഡിഫയർ 51 എങ്ങനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കിയേക്കാം മോഡിഫയർ 51 എങ്ങനെയാണ് ഒരു ഓപ്ഷനിൽ വരുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. എ പേഷ്യന്റ് ഹാസ് CABG സർജറി. എ സീക്വൻഷ്യൽ സൾഫിനസ് വെയിൻ ഗ്രാഫ്റ്റ് ഈസ് ടാക്ഡ് ടു 2 arteries optus marginal and left circumflex. The left subclavian artery is used for a sequential arterial graft and it's taken to those 3 arteries, ramus, the diagonal and the left anterior descending coronary arteries. What CPT codes are reported? ഓക്കെ, അപ്പൊ നമുക്കിന്ന് മനസ്സിലായി CABG പ്രൊസീജിയർ ആണ് കണ്ടക്ട് ചെയ്തതെന്നും 3 ആർട്ടറി ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, 2 വെയിൻ ഗ്രാഫ്റ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ജനറൽ റൂൾ ഉണ്ട്. ആർട്ടറി ഗ്രാഫ്റ്റും വെയിൻ ഗ്രാഫ്റ്റും വരുമ്പോൾ ആർട്ടറി ഗ്രാഫ്റ്റിന്റെ പ്രൈമറി കോഡും വെയിൻ ഗ്രാഫ്റ്റിന്റെ ആഡ് ഓൺ കോഡുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഡി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 33518 എന്ന് പറഞ്ഞത് ആഡ് ഓൺ കോഡാണ്. സോ അതിന്റെ കൂടെ മോഡിഫയർ 51 വരില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം ഡി എന്ന് പറഞ്ഞത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് 33535 എന്ന് പറഞ്ഞ കോഡ് നോക്കിയേക്കാം. അപ്പൊ 3 ആർട്ടറി ഗ്രാഫിന്റെ പ്രൈമറി കോഡാണത് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പ്രൈമറി കോഡായിട്ട് 33535 എടുക്കാം. അതേപോലെ തന്നെ ഇനി ആഡ് ഓൺ കോഡായിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് 2 വെയിൻ ഗ്രാഫ്റ്റിന്റെ ആഡ് ഓൺ കോഡാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 33518 എന്ന് നോക്കിയേക്കാം. അതാകുമ്പോൾ വെയിൻ ഗ്രാഫിന്റെ ആഡ് ഓൺ കോഡാണ്. സോ നമ്മുടെ ആൻസർ സി ആയിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.